യെസ്, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇത്രയും നേരം പങ്കുവച്ചത് തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒക്കെയായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അതിനിടയിൽ തന്നെയാണ് പാർലമെന്റിൽ ഇപ്പോൾ ലോക്സഭയിൽ ചൂടുപിടിച്ച ചർച്ചയാണ്. പ്രത്യേകിച്ച് വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മണ്ഡല പുനർനിർണയം നടത്തുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. 4 മണിക്ക് വോട്ടെടുപ്പ് നടത്തുകയുമാണ്. ഇതിനിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത്, വേനൽ ചൂട് സംസ്ഥാനത്തെ ബ്ലഡ് ബാങ്കുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയാണ്. സർക്കാർ നിയന്ത്രണത്തിൽ ഉള്ള സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലഡ് ബാങ്കുകളിൽ ഒന്നായ പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. അവധിക്കാലം ആയതിനാൽ സ്കൂളുകളിലും കോളേജുകളിലും രക്തദാന ക്യാമ്പ് നടത്താൻ കഴിയാത്തതും തെരഞ്ഞെടുപ്പും കടുത്ത വേനൽച്ചൂടും എല്ലാം ഈ രക്തസംഭരണത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്നാണ് അധികൃതർ പറയുന്നത്. യുവജന പ്രസ്ഥാനങ്ങളും ക്ലബ്ബുകളും രക്തദാന ക്യാമ്പുകൾ നടത്തി പ്രതിസന്ധി പരിഹരിക്കാൻ മുൻകൈയെടുക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയാണ്. വേനൽച്ചൂട് ഉയരുമ്പോൾ പലതരം പ്രതിസന്ധികളാണ് സംജാതമാവുന്നത്. അത് രക്തദാനത്തെയും വലിയൊരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിലാണ്. പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ തന്നെ ഹോസ്പിറ്റൽ സിറ്റിയാണ്. 10ലേറെ ആശുപത്രികളുള്ള ഒരു നഗരമാണ് പെരിന്തൽമണ്ണ. ഏറ്റവും അധികം ബ്ലഡ് ആവശ്യം വരുന്ന ഒരു സ്ഥലം കൂടിയാണ് പെരിന്തൽമണ്ണ. ആ പെരിന്തൽമണ്ണയിലെ ബ്ലഡ് ബാങ്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഈ ബ്ലഡ് ബാങ്ക് നേരിടുന്ന പ്രതിസന്ധി ആവശ്യത്തിന് രക്തദാതാക്കളെ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണത് ഒരു പ്രവർത്തനത്തെ ബാധിച്ചതെന്ന് നമുക്ക് ചോദിക്കാം. ഡോക്ടർ അനസ് നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ ഒരു ക്രൈസിസ് ഇപ്പോൾ ഉള്ളത്? നമ്മൾ ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണ കേരളത്തിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ സിറ്റിയായിട്ട് അറിയപ്പെടുന്ന ഒരു നഗരമാണ്. അപ്പോൾ ധാരാളം രോഗികൾ എല്ലാ ദിവസവും സർജറിക്കായിട്ടും പ്രസവത്തിനായിട്ടും ബാക്കി പല ആവശ്യങ്ങൾക്കായിട്ടും പെരുന്തൽമണ്ണയിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ പെരുന്തൽമണ്ണയിൽ തന്നെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്കുകളിൽ ഒന്നാണ് ജില്ലാശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഈ ബ്ലഡ് ബാങ്ക്. നമുക്കൊരു മാസത്തിൽ ഏകദേശം 1500 യൂണിറ്റോളം രക്തം ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ മുന്നോട്ടല്ല, ഒരു 3-4 മാസം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. നമുക്ക് രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് സന്നദ്ധ സംഘടനകൾ, കോളേജുകൾ, സ്കൂളുകൾ ഇവരെല്ലാം റെഗുലറായിട്ട് നമുക്ക് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ക്യാമ്പിൽ നിന്ന് ആവറേജ് 40-50 ബ്ലഡ് യൂണിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മാസത്തിൽ 25-30 വരെ ക്യാമ്പുകൾ നമ്മൾ എല്ലാ മാസവും സംഘടിപ്പിക്കുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇലക്ഷൻ്റെ പ്രശ്നം, നോമ്പിൻ്റെ പ്രശ്നം ഉണ്ടായി, സ്കൂളുകളും കോളേജുകളും വെക്കേഷനിലോട്ട് പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ക്യാമ്പുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. ഒരു 25 ക്യാമ്പിൽ നിന്ന് 3-4 ക്യാമ്പായിട്ട് നമ്മുടെ ക്യാമ്പുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഇവിടെ വരുന്ന രോഗികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം മറ്റേത് ക്യാമ്പ് വഴി നമുക്ക് എപ്പോഴും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിന് കഴിയുന്നില്ല. അപ്പോൾ രോഗികളെല്ലാം അതിൻ്റേതായ ബുദ്ധിമുട്ടിലാണ്. ആളുകൾക്കെല്ലാം രക്തത്തിന് വേണ്ടി ആളുകളെ കണ്ടെത്തേണ്ടി വരുന്നു. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് രോഗികളുണ്ട്. അവർക്കെല്ലാം ഇവിടെ പെരിന്തൽമണ്ണ അറിയപ്പെടുന്ന ആളുകളാരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കെല്ലാം ഇവിടുന്ന് രക്തം അറേഞ്ച് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യം മറികടക്കണം എന്നുണ്ടെങ്കിൽ പഴയ പോലെ വീണ്ടും ക്യാമ്പുകൾ സ്ഥിരമായാൽ മാത്രമേ ഈ ഒരു സാഹചര്യം മറികടക്കാൻ പറ്റുള്ളൂ. ശരാശരി എത്ര യൂണിറ്റാണ് ഇവിടെ ഒരു ദിവസം ആവശ്യം വരാറുള്ളത്? ഇപ്പോൾ എത്ര യൂണിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് ഒരു ദിവസം ആവശ്യമായി, ഒരു ദിവസമല്ല, നമ്മളൊരു മാസത്തേക്കാണ് നമ്മളൊരു ആവറേജ് കണക്കെടുക്കുന്നത്. മാസത്തിൽ ഒരു 1500 യൂണിറ്റോളം ബ്ലഡ് നമുക്ക് ആവശ്യമുണ്ട്. ശരാശരി കണക്കാണത്. ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും സർജറികളുടെ എണ്ണത്തിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ക്യാമ്പുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇതിലൊരു 1000-1200 യൂണിറ്റോളം നമുക്ക് ക്യാമ്പുകൾ വഴി തന്നെ ലഭിക്കുമായിരുന്നു. ബാക്കി ഒരു 300-400 യൂണിറ്റ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ നേരെ തിരിഞ്ഞു. അപ്പോൾ നമുക്ക് ക്യാമ്പുകളിൽ നിന്ന് വളരെ കുറഞ്ഞ ബ്ലഡാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി കൂടുതൽ രക്തവും നമുക്ക് ബ്ലഡ് ബാങ്കിൽ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ നമ്മളുടെ ഒരു 1500 കളക്ഷൻ എന്നുള്ളത് ഒരു 1000-ലും താഴെ എത്തുകയാണ്. പക്ഷേ ആളുകൾ അറേഞ്ച് ചെയ്യും രക്തം. കാരണം സർജറിക്ക് രക്തം അത്യാവശ്യമാണ്, കേസുകൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആളുകൾ ഏതെങ്കിലും ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. ശരിക്കും ആളുകൾക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ ഈ ബ്ലഡ് കിട്ടാത്തതിൻ്റെ? ഉണ്ട്, ആളുകൾക്ക് ധാരാളം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അത് നേരിട്ട് നമ്മളെയും ബാധിക്കുന്നുണ്ട്. കാരണം ആളുകൾ വരും, രക്തത്തിന് എമർജൻസി ആയിട്ടാണ് വരുന്നത്. ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവില്ല. അപ്പോൾ ഒരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മൾ കൗൺസിലർമാർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഫോൺ ചെയ്തും വിളിച്ചു വരുത്തിയൊക്കെ ഡോണേഴ്സിനെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പരിമിതികളുണ്ട്. കാരണം പെരിന്തൽമണ്ണ ഏരിയത്തെ ആളുകൾ തന്നെ ബ്ലഡ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഒരാൾക്ക് പിന്നെ 3 മാസം കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ക്യാമ്പുകൾ നടത്തുമ്പോൾ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നമ്മൾ ക്യാമ്പുകൾ നടത്തിയിരുന്നു. അപ്പോൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഈ രക്തദാനം എത്തുന്നത് വഴി കൂടുതൽ ഭാഗത്തുള്ള ഡോണേഴ്സ് വരികയാണ്. അപ്പോൾ ഈ സ്ഥിരം അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളിത് മീറ്റ് ചെയ്ത് പോന്നിരുന്നത്. സംസ്ഥാനത്തിന് ഏറ്റവും അധികം ആവശ്യം വരുന്ന അല്ലെങ്കിൽ തിരക്കുള്ളൊരു ബ്ലഡ് ബാങ്കായിട്ട് പെരിന്തൽമണ്ണയിൽ മാറിയിട്ടുണ്ടല്ലോ, അത് ഈ ഹോസ്പിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ അല്ലേ? അതെ. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സന്നദ്ധ രക്തദാനം സംഘടിപ്പിച്ചതിന് വേണ്ടിയിട്ട് ഈ നിരവധി വർഷങ്ങളിൽ അവാർഡ് ലഭിച്ചൊരു ബ്ലഡ് ബാങ്കാണ് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്.
അത് സംസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് ഈ ഒരു പ്രതിസന്ധി കേരളം മൊത്തമുണ്ട്, പെരിന്തൽമണ്ണയിൽ മാത്രമല്ല കേരളം മൊത്തമുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി പെരിന്തൽമണ്ണ ഒരു ആശുപത്രി നഗരമായതുകൊണ്ടും രക്തത്തിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ആ പ്രതിസന്ധി നമ്മളെ വളരെയധികം കൂടുതലായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. ആളുകൾ കൂടുതലായിട്ട് രക്തം ഡൊണേറ്റ് ചെയ്യാൻ സന്നദ്ധരായി മുന്നോട്ട് വരണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതെ, ആളുകൾ പ്രത്യേകിച്ച് യുവാക്കൾ, കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ രക്തം ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പ്രത്യേകിച്ച് യുവതലമുറയാണ് മുന്നോട്ട് വരേണ്ടത്. നമുക്ക് ഓരോ ഇൻഡിവിജ്വലായിട്ട് വരുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് വഴിയാണ്. മലപ്പുറം ജില്ലയുടെ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യാമ്പിൽ തന്നെ 50-60 യൂണിറ്റ് രക്തം കളക്ട് ചെയ്യാൻ കഴിയും. അതാണ് നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. വേനൽച്ചൂട് ഒരു ഘടകം തന്നെയാണ്, കാരണം ആളുകൾക്കെല്ലാം ഒരു പേടിയുണ്ട്. അതൊരു പരിധിവരെ സത്യമാണ്, കാരണം പുറത്തേക്ക് ഇറങ്ങാനൊക്കെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ സംഘടനകൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ നമുക്ക് മുൻകൂട്ടി ചെയ്യാൻ കഴിയും. വേനൽക്കാലത്ത് ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സ്ഥിരം ബ്ലഡ് കൊടുത്താൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം വെള്ളം കുടിക്കുക, അന്നൊരു ദിവസം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. അത് വേനൽക്കാലത്തായതുകൊണ്ട് അത് ഒന്നുകൂടെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക, ആ ഒരു ദിവസം അധികം വെയിലൊന്നും കൊള്ളാണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് റെസ്റ്റ് എടുക്കുക. ഇത് കുറച്ചധികം ശ്രദ്ധിക്കുക. എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടലുണ്ട്. അതിനോടൊപ്പം തന്നെ സർക്കാർ ഇതര സംഘടനകളും സന്നദ്ധ സംഘടനകളൊക്കെ ഇതിൽ കുറച്ചുകൂടി ഇടപെടേണ്ടതുണ്ട്. കാരണം രക്തം ഓരോ മനുഷ്യനും എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ രക്തദാനത്തിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകലാണ് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ അത്യാവശ്യമായി വരുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. യെസ്, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അനുമോദ് തന്നെയാണ് ചേരുന്നത്. അനുമോദ്, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് രക്തദാനം. അത് മഹാദാനമാണ്, അതിന് ജീവൻ്റെ വിലയാണ് ഉള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ ഈ യുവജന സംഘടനകൾ ഒക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ ആണ്. നമുക്കറിയാം, എപ്പോഴും ഈ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ അനായാസം മറികടക്കാറുണ്ട്. ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡായ റെയർ രക്തഗ്രൂപ്പുകൾ പോലും കണ്ടെത്താൻ നമുക്ക്, അങ്ങനെയൊക്കെ സഹായിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. എത്രയോ രോഗികളെ 1-2 ദിവസം കൊണ്ട് പണം സമ്പാദിച്ച് നമ്മൾ തിരികെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഈ ജീവകാരുണ്യ വിഷയത്തിൽ പ്രത്യേകിച്ച് ജീവൻ രക്ഷിക്കാൻ എല്ലാവരും ഒന്നിച്ച് കൈകോർക്കേണ്ട സമയത്തൊക്കെ നമ്മൾ അത് മാതൃകയാം വിധം, ലോകത്തിന് തന്നെ മാതൃകയാം വിധം ചെയ്തവരാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു വിഷയം അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കും അതുപോലെ അവധി ദിവസങ്ങൾ വന്നതും ഈ ചൂടും ഒക്കെ വലിയ പ്രശ്നമായ ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇതിനൊക്കെ മുൻകൈ എടുക്കുന്ന DYFIയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ പലവട്ടം അങ്ങനെ ചെയ്ത് മാതൃകയായവരാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപക്ഷെ അവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിലൊരു ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനോ അത്തരത്തിലുള്ള നേതൃത്വം നൽകുവാനോ ഒന്നും കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്. അത് മാറി എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ സാഹചര്യത്തിൽ അവർക്കത് മുൻകൈ എടുത്ത് വന്നാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്തുവാൻ. സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമേ ഉള്ള ഇടപെടലുകളാണ് ഇവിടെ അത്യാവശ്യമായി വേണ്ടത്. പ്രത്യേകിച്ച് ഇതുപോലെ പെരിന്തൽമണ്ണയിലെ ബ്ലഡ് ബാങ്കിൻ്റെ മാത്രം കാര്യമല്ല, സംസ്ഥാനത്തുടനീളം ഇതേ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക. ഏറ്റവും അധികം ഡിമാൻഡുള്ള സ്ഥലത്ത് ആവശ്യത്തിന് രക്തം ഇല്ലാത്ത ഒരവസ്ഥ. സ്വാഭാവികമായിട്ടും അവിടെ എത്തുന്ന സാധാരണക്കാരായ ആളുകൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രതിസന്ധിയിൽ. അവർ ഏത് വിധേന രക്തം നൽകാം സംഘടിപ്പിക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനു വേണ്ടിയുള്ള നെട്ടോട്ടം അത് കുറയ്ക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ സംഘടനകളെയൊക്കെ പിന്തുണയുണ്ടെങ്കിൽ സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കതിന് ഈ ഒരു വിഷയം അവർക്ക് മുമ്പിലേക്ക് എത്തിക്കുക, പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഇപ്പോൾ DYFI നേതാവ് ശ്രീ വസീഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വസീഫ്, CB അനുമോദ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഈ പ്രതിനിധികൾ തന്നെ അല്ലെങ്കിൽ അധികൃതർ തന്നെ സൂചിപ്പിക്കുന്ന ഒന്ന് എന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക പശ്ചാത്തലം, അതായത് ഈ വേനൽ ചൂടായിരുന്നു, തെരഞ്ഞെടുപ്പായിരുന്നു, ക്യാമ്പസുകളും വിദ്യാർത്ഥികളുമൊക്കെ പലരും അവധിയിലും പരീക്ഷാ തയ്യാറെടുപ്പിലുമൊക്കെയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തെ പല രക്ത ബാങ്കുകളും വലിയ പ്രതിസന്ധി നേരിടുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലഡ് ബാങ്കുകളിൽ ഒന്നായ പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും താങ്കളെപ്പോലെയുള്ളവർക്ക് ഇതിൽ ഇടപെടാനും അല്ലെങ്കിൽ ആ സംഘടനയിൽപ്പെട്ടവർക്കൊക്കെ നിർദ്ദേശം നൽകി ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനും സാധിക്കുമല്ലോ. ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ വസീഫ്? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ ഇടപെടുന്ന ഒരു സംഘടന തന്നെയാണ് DYFI. കേരളത്തിലുടനീളം രക്തം ദാനം ചെയ്തതിന് കഴിഞ്ഞ തവണയും വിവിധങ്ങളായ അവാർഡുകൾ വാങ്ങിയ സംഘടനയാണ് DYFI. പക്ഷേ ഇവിടുത്തെ ആവശ്യത്തിനനുസരിച്ച് രക്തം ലഭിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്.
അത്രയും രക്തം ബ്ലഡ് ബാങ്കുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായ ചില പ്രയാസങ്ങൾ നിങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്തു. അത് വസ്തുതാപരമാണ്. അതിൽ കുറെ പ്രയാസങ്ങൾ സ്കൂളുകൾ കോളേജുകളൊക്കെ അടച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോ കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക ബ്ലഡ് ബാങ്കുകളിലേക്കും വോളണ്ടറിയായി രക്തം ദാനം ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ് ഡിവൈഎഫ്ഐ. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് മാത്രം ബ്ലഡ് ബാങ്കിൽ ആവശ്യത്തിന് രക്തം വരും എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഈ ഒരു പ്രതിസന്ധി മനസ്സിലാക്കി ഡിവൈഎഫ്ഐ സജീവമായിട്ട് ഡിവൈഎഫ്ഐയുടെ ഘടകങ്ങൾക്ക്, ഡിവൈഎഫ്ഐയുടെ സഖാക്കൾക്ക് നിർദ്ദേശം കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളത് കൊടുക്കുക തന്നെ ചെയ്യും. അതിന്റെ ഒരു ആലോചന ഡിവൈഎഫ്ഐ എന്നുള്ള നിലക്ക് നടത്തും. യെസ്, തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ വസീഫ്. അത്തരം ഇടപെടൽ ഉണ്ടാകുമെന്നാണ് വസീഫ് പറയുന്നത്. അപ്പോൾ അനുമോദ്, ഒരുപക്ഷെ ഇത്തരം സംഘടനകളുടെ ഒരു ഇടപെടൽ ഉണ്ടായാൽ തീർച്ചയായും ഈ പ്രതിസന്ധി വലിയ തോതിൽ പരിഹരിക്കപ്പെടും എന്ന് വേണമല്ലോ നമുക്ക് പ്രതീക്ഷിക്കാൻ. അനുമോദ്. തീർച്ചയായും ഇതിൽ യുവജന സംഘടനകൾ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്താൻ കഴിവുള്ള ആളുകൾ. കാരണം അവരുടെ സംഘബലം അത് ഓരോ മേഖലയിലും അവർക്ക് താഴെ തട്ടിലേക്ക് എത്തി കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുവാനും ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. എപ്പോഴും ഈ രക്തബാങ്കുമായി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പ്രതിനിധികളൊക്കെ ആകുമ്പോൾ അവർക്ക് പല പരിമിതികളുണ്ടാകും. പക്ഷേ യുവജന സംഘടനകളെ സംബന്ധിച്ച് അത്തരത്തിൽ പരിമിതികളൊന്നുമില്ല. മാത്രമല്ല ജനങ്ങളുമായി നേരിട്ട് ആത്മബന്ധം പുലർത്തുന്നവരാണ് അവരൊക്കെ. അപ്പോൾ അവർ ഈ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, സമൂഹത്തിൽ അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട ഒരു കാര്യം അവർ ചെയ്യുന്നു എന്ന് തന്നെ വേണം കരുതുവാൻ. ഈ വസീഫ് ഇടപെട്ടതുപോലെ, ഡിവൈഎഫ്ഐ ഇടപെടുന്നത് പോലെ യൂത്ത് കോൺഗ്രസും അതേപോലെ യൂത്ത് ലീഗും അങ്ങനെ യുവമോർച്ചയും ഒക്കെ ഇത്തരത്തിലുള്ള ഈ രക്തദാനം പോലെ അത്യാവശ്യം വേണ്ട ആ വിഷയത്തിലേക്ക് ഇടപെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രതിസന്ധി വളരെ വേഗത്തിൽ മറികടക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അഭിലാഷ്. യെസ്, സംസ്ഥാനത്ത് വലിയ തോതിൽ ഉള്ള പ്രതിസന്ധിയായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഈ ബാങ്കുകളുടെ, ബ്ലഡ് ബാങ്കുകളുടെ പ്രവർത്തനം എന്നതാണ്. അതായത് ചൂട് കൂടുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യുവജന സംഘടനകൾ തിരക്കിലായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പരീക്ഷാകാലവും അവധിക്കാലവും ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഞങ്ങൾ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. ഒപ്പം അനുമോദ്, ഇപ്പോൾ വസീഫ് തന്നെ സംസാരിച്ചത് അവർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായും ഇനി അവരുടെ ഇടപെടൽ ഉണ്ടാകും എന്നത് തന്നെയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിലൊക്കെ വരുന്ന ഇത്തരം ബ്ലഡ് ബാങ്കുകളിൽ നിന്ന് മറ്റേതെങ്കിലും തരത്തിലെ ആളുകളെ ഇക്കാര്യങ്ങൾ അറിയിക്കുകയോ അതിനുവേണ്ട മറ്റ് നടപടികൾ എന്തെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അത് അങ്ങനെ സാധാരണ ഇപ്പോൾ ഇതിനു വേണ്ടി ആരെയും നിർബന്ധിക്കുക എന്നതൊന്നും പ്രായോഗികമല്ല. സ്വയം തയ്യാറായി വരിക എന്നത് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഈ ഒരു കുറവ് ജനങ്ങളെ അറിയിക്കുക, അങ്ങനെ ഒരു ക്യാമ്പയിനോ ബോധവൽക്കരണമോ, ഇപ്പോൾ അവയവദാനത്തെക്കുറിച്ചൊക്കെ വലിയ ക്യാമ്പയിനുകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത്തരം ക്യാമ്പയിനുകളോ മറ്റോ നടക്കുന്നുണ്ടോ? നമുക്കിതൊക്കെ പ്രാദേശികമായിട്ടുള്ള ഒരു തരം മെക്കാനിസമാണ് ഇവിടെ നടക്കുന്നത്. ബ്ലഡ് ബാങ്കുകളുടെ കേരളത്തിലെ മുഴുവൻ അവസ്ഥ ഇതുപോലെയാണെങ്കിൽ പോലും അവർ എത്ര പേർ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ അത്തരം മാധ്യമങ്ങളെ സമീപിക്കുമെന്നത് അറിയില്ല. അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയിക്കുന്നതാണ് ഇതിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയം പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനുള്ള ആദ്യത്തെ വഴിയായിട്ട് അവർ കാണുന്നത്. അതിനപ്പുറം ഇത് സംബന്ധിച്ച് ക്യാമ്പയിൻ നടത്തുന്നു എന്നതിൽ പ്രാദേശികമായിട്ടുള്ളൊരു പ്രശ്നം, ഓരോ പ്രദേശത്തെയും ആളുകൾ സ്ഥിരം രക്തം കൊടുക്കുന്നവർ 3 മാസത്തിലൊരിക്കൽ മാത്രമേ അവർക്ക് രക്തം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു പ്രദേശം മാത്രം കേന്ദ്രീകരിച്ച് ഈ രക്തം ശേഖരിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് പല പ്രതിസന്ധികളും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പലയിടങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വന്ന് പഠിക്കുന്ന കോളേജുകളും മറ്റും ഇത്തരം ക്യാമ്പുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മേഖല മാത്രം പ്രവർത്തിക്കാതെ എല്ലായിടത്തും പ്രവർത്തനത്തിന് അവസരമുള്ള യുവജന സംഘടനകളാകുമ്പോൾ അവർക്ക് കേവലം പെരിന്തൽമണ്ണയോ അല്ലെങ്കിൽ മലപ്പുറമോ അല്ലെങ്കിൽ നിലമ്പൂരോ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം തങ്ങി നിൽക്കാതെ എല്ലായിടത്തുനിന്നും ഈ രക്തം ശേഖരിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അത് ഒരു 3 മാസം കൂടുമ്പോൾ അതൊരു ചാക്രികമായിട്ടുള്ള പ്രക്രിയയായിട്ട് നടക്കുകയും കൃത്യമായിട്ട് ബ്ലഡ് ബാങ്ക് ഈ രക്ത സംഭരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ അവിടെ ഒരു തടസ്സമില്ലാതെ ഇത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഇത് കേരളത്തിലെ എല്ലാ ബ്ലഡ് ബാങ്കുകളിലേക്കും വേണ്ടിയുള്ള ഒരു വാർത്തയായിട്ട് തന്നെ വേണം കാണുവാൻ.
നമുക്ക് അവർ എങ്ങനെ ഇത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളൊരു ആദ്യ ഉത്തരം നമ്മളിലൂടെ തന്നെയാണ് അവർ ഈ കാര്യം ജനങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാർത്തയാണ് അവരുടെ. ഇപ്പോൾ ഈ ശ്രീ ഷെരീഫ് കുട്ടൂർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. MSF നേതാവാണ്. ശ്രീ ഷെരീഫ്, CV അനുമോദാണ് പെരിന്തൽമണ്ണയിലെ ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത്. അതായത് അവിടുത്തെ ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ആവശ്യത്തിന് ലഭിക്കുന്നില്ല. അതിന് പല കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് ചൂട്, മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് തിരക്കുകൾ, വിദ്യാർത്ഥികളുടെ പരീക്ഷാ അവധി. ഇതിനൊരു പരിഹാരമൊക്കെ ഇത്തരം വിദ്യാർത്ഥി സംഘടനകളൊക്കെ വിചാരിച്ചാൽ ഒരു പരിധിവരെ സാധ്യമാകും. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. നേരത്തെ ഞങ്ങള് നിരന്തരം ക്യാമ്പുകൾ നടത്തിയിട്ട് ഈ ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നിരന്തരം എന്നോണം ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് അടക്കമുള്ള യുവജന സംഘടനകൾ ആ കാര്യത്തിൽ ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നോമ്പുകാലം വന്നു, തൊട്ടടുത്ത് തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് സമയം അങ്ങനെ പോയി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അത് ബോധ്യപ്പെട്ടു. നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ചു. നേരത്തെ തന്നെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു എൻക്വയറി നടത്തിയപ്പോൾ ഈ കാര്യം ബോധ്യമായിരുന്നു. എത്രയും വേഗം ക്യാമ്പുകൾ നടത്തിയിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള രക്തം ശേഖരിച്ച് ബ്ലഡ് ബാങ്കിന് നൽകാനുള്ള നടപടികളിലേക്ക് പോകും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെയും മുസ്ലിം യൂത്ത് ലീഗ് മാത്രമല്ല, മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒപ്പം തന്നെ വിവിധ ഘടകങ്ങൾ, KMCC, നമ്മുടെ റിലീഫ് സെല്ലുകൾ, CH സെന്ററുകൾ അടക്കമുള്ള വിവിധ സെന്ററുകൾ ഈ കാര്യത്തിൽ പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് തുടർന്നുണ്ടാവും. ഈ നിലവിലുള്ള ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, എന്തായാലും ഞങ്ങൾ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നല്ല പ്രതികരണം ആണ് യുവജന സംഘടനകളിൽ നിന്ന്, വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നത് തീർച്ചയായും സന്തോഷകരമാണ്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നത് പ്രാദേശികമായ ആളുകളെ കൂടുതൽ ഈ രക്തം ദാനം ചെയ്യുമ്പോൾ നമുക്കറിയാം, അങ്ങനെ ദൂരസ്ഥലത്ത് നിന്നൊന്നും അവിടേക്ക് ആളുകളെ എത്തിക്കുക എന്നത് പ്രായോഗികമല്ല. പല കേന്ദ്രങ്ങളിലും പരിസരവാസികൾ ആയിട്ടുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് രക്തദാനത്തിനൊക്കെ തയ്യാറാകാറുള്ളത്. അത്തരം ആളുകളെ കൂടുതൽ അവിടേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് ബാങ്കുകളിലും ഇതുപോലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടാകാം. അത്തരം കാര്യങ്ങൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ കേരളീയർ അങ്ങനെ തന്നെയാണ് ഇതിനു മുമ്പും വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത്. അത് ആവർത്തിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.